ബ്രൂസ് ലീ ലോകം കണ്ട ഒരു ഇതിഹാസത്തിൻ്റെ പേര്. ലോകത്തിൻ്റെ ഏതൊരു കോണിലും ആ പേര് മുഴങ്ങിക്കേട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. മിന്നൽ വേഗത്തിൽ ചലിക്കാനും ഇടിത്തീ പോലെ പ്രഹരമേൽപ്പിക്കാനും തത്വജ്ഞാനിയായി ചിന്തിക്കാനും കഴിവുള്ളയാളായിരുന്നു ബ്രൂസ് ലീ. അദ്ദേഹം വെറുമൊരു നടനോ ഫൈറ്ററോ മാത്രമായിരുന്നില്ല. ആയോധന കലകളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിപ്ലവം തന്നെയായിരുന്നു ബ്രൂസ് ലീ. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ബ്രൂസ് ലീ ഉണ്ടാക്കിയ ഈ മാറ്റത്തിൻ്റെ തിരമാലകളെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാം. ലീക്ക് മുന്നേ ആയോധന കല എന്നത് പാരമ്പര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഓരോ സ്റ്റൈലും വ്യത്യസ്തവും ഉറച്ചതുമായിരുന്നു. അതായത് രണ്ട് സ്റ്റൈലുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി തുടങ്ങിയിട്ടില്ലായിരുന്നു. ഒന്നുകിൽ കരാട്ടെ, അല്ലെങ്കിൽ കുംഫു, അതുമല്ലെങ്കിൽ തൈക്കോണ്ടോ. ഇതിലെ നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു. സ്റ്റൈൽ മിക്സ് ചെയ്യാൻ പാടില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മാർഷൽ ആർട്ട് ഫോംസിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. മറിച്ച് അതിൻ്റെ പ്രായോഗികതയ്ക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല. കൂടാതെ പാശ്ചാത്യർ മാർഷൽ ആർട്ടിനെ സിനിമകളിലും പരസ്യത്തിലും മാത്രമായി ഒതുക്കുന്ന ഒരു അനുഷ്ഠാനമായാണ് കണ്ടിരുന്നത്. പക്ഷേ ബ്രൂസ് ലീയുടെ വരവോടുകൂടി ഇതിൽ ഗണ്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സാൻ ഫ്രാൻസിസ്കോയിൽ 1940 ബ്രൂസ് ലീയുടെ ജനനം. പിന്നീട് വളർന്നു വന്നത് ഹോങ്കോങ്ങിൽ നിന്നുമായിരുന്നു. അദ്ദേഹം ലെജൻഡറിയായ ഇപ്മാൻ്റെ അടുത്തു നിന്നും വിങ് ചുൻ അഭ്യസിച്ചു. പക്ഷേ ഒരു സ്റ്റൈലിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിൽ തൃപ്തനല്ലായിരുന്നു എന്ന് പറയുന്നതാകും ശരി. ഇവിടെ തുടങ്ങുന്നു ബ്രൂസ് ലീയുടെ ജൈത്രയാത്രയുടെ തുടക്കം. ആ യാത്രയിലാണ് അദ്ദേഹം ജീത് കുനീഡോ എന്ന മാർഷൽ ആർട്ട് സ്റ്റൈൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്. സത്യത്തിൽ അതൊരു സ്റ്റൈൽ മാത്രമായിരുന്നില്ല, ഒരു വേ ഓഫ് തിങ്കിങ് കൂടെയായിരുന്നു. ബ്രൂസ് ലീയാണ് ലോക പ്രശസ്തനായ ആദ്യ ഏഷ്യൻ മാർഷൽ ആർട്ടിസ്റ്റ് സൂപ്പർ സ്റ്റാർ. ബ്രൂസ് ലീക്ക് മുന്നേ ഹോളിവുഡിൽ ഏഷ്യക്കാരുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. ഏഷ്യക്കാരെക്കുറിച്ച് ഒരു താഴ്ന്ന രീതിയിലുള്ള മുൻവിധിയും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പാശ്ചാത്യരേക്കാൾ അപരിഷ്കൃതരാണ് ഏഷ്യക്കാർ എന്നത് ഹോളിവുഡിലും പ്രതിഫലിച്ചിരുന്നു. ഇവിടേക്കാണ് ബ്രൂസ് ലീ ഒറ്റയ്ക്ക് കയറി വരുന്നത്. ഈ മുൻവിധി ബ്രൂസ് ലീ തകർത്തെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെയും കഴിവിൻ്റെയും മുന്നിൽ ഹോളിവുഡിൽ ഉണ്ടായിരുന്ന മുൻധാരണകളെല്ലാം തകർത്തെറിയപ്പെട്ടു. ലീയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ്. മാർഷൽ ആർട്ട് എന്നത് അതിൻ്റെ സ്റ്റൈലിലല്ല, മറിച്ച് അതിൻ്റെ ആയോധനത്തിലുള്ള പരിശുദ്ധതയിലാണ് മികച്ചു നിൽക്കുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ലീ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്, എന്നാൽ അതിലുപരി ഒരു തത്വചിന്തകനാണ്, കവിയാണ്, കൂടാതെ മൂവ്മെൻറ്റുകളുടെ ശാസ്ത്രജ്ഞനാണ്. ഇന്ന് നമുക്കെല്ലാം അറിയാവുന്ന ഒന്നാണ് MMA അഥവാ മിക്സ്ഡ് മാർഷൽ ആർട്ട്. ഒരുപക്ഷെ ബ്രൂസ് ലീ പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ MMAയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ജീത് കുനേഡോ എന്നത് MMAയുടെ ഒരു പ്രാരംഭ രൂപം ആയിരുന്നു. ജീത് കുനേഡോയിൽ ട്രഡീഷനേക്കാൾ പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകി. USA പ്രസിഡന്റ് ഡോണ വൈറ്റ് ബ്രൂസ് ലീയെ MMAയുടെ പിതാവെന്ന് വിളിച്ചിരുന്നു. ഹോളിവുഡ് മുതൽ UFC വരെ, ജപ്പാനിലെ ഡോജോ മുതൽ ന്യൂയോർക്കിലെ ജിം വരെ എല്ലായിടത്തും ബ്രൂസ് ലീയുടെ സ്വാധീനം കാണാൻ സാധിക്കും. പിന്നീട് പ്രസിദ്ധരായ ജാക്കി ചാൻ, ജെറ്റ് ലീ, ടോണി ജാ തുടങ്ങി എണ്ണമറ്റ ആൾക്കാരെ ബ്രൂസ് ലീ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ബ്രൂസ് ലീയെ കാലത്തിനധീനമായ ഒരാളായി കണക്കാക്കുന്നത്. ഹൗ വി ഫൈറ്റ് എന്നതിൽ നിന്നും വൈ വി ഫൈറ്റ് എന്ന ആശയത്തിലേക്ക് ലീ ലോകത്തെ കൊണ്ടുചെന്നെത്തിച്ചു. ഫൈറ്റ് ഫോർ എക്സ്പ്രഷൻ, ഫൈറ്റ് ഫോർ ട്രൂത്ത്, ഫൈറ്റ് ഫോർ ഫ്രീഡം. അതുകൊണ്ടാണ് ലീ പറഞ്ഞത്, ബി ലൈക്ക് വാട്ടർ മൈ ഫ്രണ്ട്. ബ്രൂസ് ലീയെക്കുറിച്ച് ഇനിയും കൂടുതൽ പറയാനുണ്ട്. കൂടുതൽ വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ പ്ലീസ് കമൻറ്റ് പാർട്ട് 2 ബിലോ ദ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് ടു അസ്. താങ്ക് യു ഫോർ വാച്ചിങ്.